പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ്. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും തുക എത്തിച്ചേരും. 62 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണയും വമ്പൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. 5 സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള വമ്പൻ ആനുകൂല്യ വിതരണം സംബന്ധിച്ചിട്ടുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളിൽ 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നിലവിൽ മെയ് മാസത്തിൽ ആരംഭിച്ചത്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ 5 സഹായങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ 1000 രൂപയുടെ വർധനവാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം അവതരിപ്പിക്കുന്ന ബജറ്റിൽ 100 മുതൽ 200 രൂപയുടെ വർധനവാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, അർഹത, മാനദണ്ഡം എന്നിവ പാലിച്ചുകൊണ്ടുള്ള ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പണം. ഇതിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റുകൾ, വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നീ മാനദണ്ഡങ്ങൾ കൃത്യമായി പൂർത്തിയാക്കി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക. പഴയ സർക്കാർ മാനദണ്ഡങ്ങൾ പുതുക്കി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി കൂടുതൽ കർശനമാകും. 5 പരം സഹായങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ എന്നീ ഇനത്തിലേക്ക് മാറ്റി പെൻഷൻ തുകയിൽ വർധനവ് വരുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ പുറത്തുവന്ന നിലവിലെ ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് സർക്കാർ വാഗ്ദാനം. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ 16 ലക്ഷത്തിലധികം സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണം 35 ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായമായി നൽകും തുടങ്ങിയ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നയപ്രഖ്യാപനത്തിലും ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ വയോജന വകുപ്പിന് ഊന്നൽ നൽകുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാനത്തെ തീരദേശം, നദികൾ, തടാകങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു സംയോജിത വികസന പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റാനാണ് ലക്ഷ്യം. ദക്ഷിണേന്ത്യയിലെ സിവിൽ വ്യോമയാനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി കേരളത്തെ മാറ്റും. 10,000-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ ഉന്നത തലത്തിലുള്ള മത്സരക്ഷമത നേടാൻ പ്രാപ്തമാക്കാൻ സമഗ്ര പിന്തുണ നൽകും. ഓരോ പഞ്ചായത്തിലെയും വനിതാ കർഷകരെ കണ്ടെത്തി അവരെ കാർഷിക മേഖലയിൽ പ്രധാന ശക്തിയാക്കി മാറ്റും. വനിതാ കൺസോർഷ്യം ആരംഭിക്കും. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണത്തിനും ഡിജിറ്റലൈസേഷനും ഊന്നൽ നൽകും. ചലച്ചിത്ര വിനോദസഞ്ചാര
വികസനം നടപ്പിലാക്കും. കേരളത്തെ ഒരു ഷൂട്ടിംഗ് കേന്ദ്രമായി ഉയർത്തും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. സഹകരണ മേഖലയിലെ അഴിമതി നിയന്ത്രിച്ച് നിക്ഷേപകരുടെ വിശ്വാസം പുനഃസ്ഥാപിക്കും. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപ ഗ്യാരണ്ടി ശക്തിപ്പെടുത്തും. വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് മുൻഗണന നൽകും. ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ, തൊഴിൽക്ഷമതാ വർധന, ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വികസിപ്പിക്കും. +2 സീറ്റുകൾ ആവശ്യാനുസരണം വർദ്ധിപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമായി ശാസ്ത്രീയ ആസൂത്രണവും സുസ്ഥിര വികസനവും സർക്കാർ നടപ്പാക്കും. പൊതുജന ആരോഗ്യ മേഖലയുടെ പുനരുജ്ജീവനത്തിന് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ വികസനം ശക്തിപ്പെടുത്തും. മാനസികാരോഗ്യം, പാലിയേറ്റീവ് കെയർ, ജീവിതശൈലീ രോഗങ്ങൾ എന്നിവയ്ക്കും കൂടുതൽ ശ്രദ്ധ നൽകും. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചിരിക്കുന്നത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകമായും കാര്യക്ഷമതയും ഉറപ്പാക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ന്യായവും അർഹവുമായ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങി തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കും. മനുഷ്യ മൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധവ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയും നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. തിയേറ്റർ മേഖലകൾക്ക് പ്രോത്സാഹനം നൽകും. രാജ്യാന്തര ചലച്ചിത്രമേള മറ്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ആസ്ഥാനങ്ങളാക്കും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിന് പിന്നാലെ കേന്ദ്ര സഹായം കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇന്നു മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ID ജനറേറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വീതം വാങ്ങുന്നവർ, കാർഷിക ലോണുകൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവരും അപേക്ഷ വയ്ക്കാൻ പോകുന്ന ആളുകൾക്കും, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കാർഷിക സ്കീമുകളിൽ ഗോൾഡ് ലോൺ എടുക്കുന്നവർ, ജൈവരാസവളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡിയിൽ വാങ്ങുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഈയൊരു നിയമം ബാധകമാണ്. കൃഷിഭൂമിയുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ ID എടുത്തിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടതാണ്. കർഷകരുടെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ അവസാന തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇന്നു മുതൽ തന്നെ കർഷക ID ജനറേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. വേരിഫിക്കേഷൻ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പിന്നീട് ഒരു കർഷക ID കാർഡ് കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതാണ്. കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, കൃഷിഭൂമി സംബന്ധിക്കുന്ന രേഖകൾ, അതായത് കരമടച്ച രസീതിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നീ രേഖകളുമായി CSC സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തുക. അടുത്ത ഗഡു വിതരണം ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷേ തുക മുടങ്ങിയേക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പുറത്തുവരും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പും രൂപീകരിക്കും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. ഏറ്റവും നന്നായി ഈ വകുപ്പ് നടപ്പിലാക്കിയ രാജ്യം ജപ്പാനാണ്. അവരുടെ മോഡൽ പരിശോധിച്ചാണ് ഇവിടെ ആ വകുപ്പ് കൊണ്ടുവരിക. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്നതുല്യമായ ലക്ഷ്യമുണ്ട്. സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചു നൽകിയത്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് സംബന്ധിച്ച യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. ആശാവർക്കർമാർക്ക് നൽകിയ വാക്ക് പാലിക്കും. അംഗനവാടി ജീവനക്കാരുടെയും സഹായികളുടെയും പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
വലിയ തുകയൊന്നും അല്ലെങ്കിലും 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും ഓണറേറിയം 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ പരിശോധിച്ച ശേഷമാണ് ഈ വർധനവുകൾ വരുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സർക്കാർ. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ടായിരുന്നു. ഇത് 4 വർഷമായി ഉയർത്തി. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ച തീരുമാനം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഇത് ബാധിക്കും. പുതിയ നിബന്ധനകൾക്ക് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തില്ല. അതിനാൽ നിലവിൽ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കും പുതിയ നിബന്ധന ബാധകം. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കിയ പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷന് അർഹരാക്കുന്ന രീതിയായിരുന്നു തുടർന്നിരുന്നത്. കേരളത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക ശീലങ്ങളെയും സ്വാധീനിക്കുന്ന നിരവധി സുപ്രധാന നിയമങ്ങളാണ് ജൂൺ 1 മുതൽ മാറ്റം വന്നിരിക്കുന്നത്. പാചകവാതക കണക്ഷൻ, UPI ഇടപാടുകൾ, ATM നിരക്കുകൾ, പാൻ കാർഡ് നിയന്ത്രണങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. പാചകവാതക കണക്ഷനുകളുമായി ബന്ധപ്പെട്ട് ജൂൺ 1 മുതൽ കർശനമായ നിയമങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഒരു മേൽവിലാസത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സജീവ ഗ്യാസ് കണക്ഷൻ മാത്രമേ അനുവദിക്കൂ. നിലവിൽ PNG കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകൾ സൂക്ഷിക്കാൻ അനുവാദമുണ്ടാകില്ല. 2 കണക്ഷനുമുള്ളവർ LPG സിലിണ്ടർ സറണ്ടർ ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം എണ്ണ കമ്പനികൾ നിങ്ങളുടെ LPG കണക്ഷൻ ബ്ലോക്ക് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യും. രണ്ടാമതായി, വ്യാജ പേരുകളും QR കോഡുകളും ഉപയോഗിച്ചിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി UPI പണമിടപാടുകളിൽ വലിയ മാറ്റം വരുന്നു. ജൂൺ 1 മുതൽ പണം അയക്കുമ്പോൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത യഥാർത്ഥ പേര് മാത്രമേ സ്ക്രീനിൽ കാണിക്കുകയുള്ളൂ. ATM വഴിയുള്ള പണമിടപാടുകൾക്കും ജൂൺ 1 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ വരുത്തി. UPI ഉപയോഗിച്ച് ATMകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ഇനി ബാങ്കുകളിൽ നൽകുന്ന 5 സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടുത്തും. പരിധി കഴിഞ്ഞുള്ള UPI ATM പിൻവലിക്കലുകൾക്ക് ബാങ്കുകൾ പ്രത്യേക നിരക്കുകൾ ഈടാക്കുന്നതാണ്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിബന്ധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. 1 വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്കിൽ നിക്ഷേപിക്കാനും പിൻവലിക്കാനും പാൻ കാർഡ് നിർബന്ധമാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് വേണം. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പാൻ കാർഡ് ഇല്ലാതെ ഇനി മുതൽ പുതിയ ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാകില്ല. ആധാർ സെന്ററുകളിൽ പോയി പേര്, വിലാസം, ജനനത്തീയതി അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള നിരക്കുകൾ ജൂൺ 1 മുതൽ 75 രൂപ മുതൽ 125 രൂപ വരെയായി നിശ്ചയിച്ചു. എന്നാൽ മൈ ആധാർ പോർട്ടൽ വഴിയുള്ള സൗജന്യ ഓൺലൈൻ രേഖകൾ പുതുക്കൽ 2026 ജൂൺ 14 വരെ തുടരും. ഇതിനുശേഷം ഇതിനും നിരക്കുകൾ ഈടാക്കിയേക്കാം. മറ്റൊരറിയിപ്പ്, ഈ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 2026 ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലേക്കുള്ള വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2026 ജൂൺ മാസത്തെ റേഷൻ വിഹിതം നോക്കാം. മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ള കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 19 കിലോയുടെ സിലിണ്ടറിന് കൂട്ടിയത് 42 രൂപയാണ്. കഴിഞ്ഞ മാസം ആദ്യവും വാണിജ്യ സിലിണ്ടർ വില കൂട്ടിയിരുന്നു. അന്ന് 993 രൂപയുടെ വലിയ വർധനവാണ് ഉണ്ടായത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി ഉടമകൾക്കും ക്യാന്റീൻ നടത്തിപ്പുകാർക്കും ഉൾപ്പെടെ വലിയ ആശങ്കയാണ് ഉയർത്തിയത്. സംസ്ഥാനത്ത് ഇത്തവണയും കഴിഞ്ഞ മാസം സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ഉണ്ടായി. വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ ആകെ 12,300
360 പേരാണ് കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് വിരമിച്ചത്. പുതിയ സർക്കാർ പെൻഷൻ പ്രായം ഉയർത്താൻ തയ്യാറാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് സർവീസ് സംഘടനകൾ. LDF സർക്കാരിന്റെ അവസാന ബജറ്റിന് മുൻപ് വിരമിക്കൽ പ്രായം 56-ൽ നിന്ന് കൂട്ടണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അത് അംഗീകരിച്ചു നൽകിയിരുന്നില്ല. എന്നാൽ വരാനിരിക്കുന്ന ബജറ്റിൽ ജീവനക്കാർക്ക് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജീവനക്കാരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ജൂൺ 19-നാണ് പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ശമ്പള വർധന, ഉറപ്പായ പെൻഷൻ പദ്ധതി എന്നിവയിൽ അനുകൂലമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ജീവനക്കാരുടെ കണക്കുകൂട്ടൽ. നിലവിൽ 2% DA കുടിശ്ശികയുണ്ട്. അത് അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായേക്കും. നിലവിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള ജീവനക്കാർ 60-ാം വയസ്സിലാണ് വിരമിക്കുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 5.23 ലക്ഷം ജീവനക്കാരിൽ പകുതിയോളം പേർ ഈ വിഭാഗത്തിൽ പെടുന്നവരാണ്. മുൻ LDF സർക്കാർ കൊണ്ടുവന്ന ഉറപ്പായ പെൻഷൻ പദ്ധതിയിലും വിരമിക്കൽ പ്രായം 60 തന്നെയാണ്. ശമ്പള പരിഷ്കരണത്തിനായി മുൻ LDF സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പ്രവർത്തനം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. മുൻ ചീഫ് സെക്രട്ടറി VB ജോയി അധ്യക്ഷനായ കമ്മീഷനെ നിയമിച്ചപ്പോഴും 3 മാസത്തെ കാലാവധിയാണ് അനുവദിച്ചിരുന്നത്. ഈ കാലാവധി മെയ് 23-ന് അവസാനിച്ചു. കാലാവധി 6 മാസം കൂടി നീട്ടണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ തീരുമാനമെടുക്കുകയോ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. വരാനിരിക്കുന്ന ബജറ്റിൽ ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയേക്കുമെന്നാണ് കരുതുന്നത്. ഇതിനു പുറമെ ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ മുൻ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും അതിനായുള്ള ചട്ടങ്ങൾ രൂപവൽക്കരിച്ചിരുന്നില്ല. ഈ പദ്ധതി തന്നെയാണ് പുതിയ UDF സർക്കാരും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ചട്ടങ്ങൾ രൂപവൽക്കരിക്കേണ്ടി വരും. ഇക്കാര്യത്തിലും ജൂൺ 19-ലെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. പെൻഷൻ എന്നത് തൊഴിലുടമയുടെ ഔദാര്യമല്ല, മറിച്ച് ജീവനക്കാരുടെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് സുപ്രീം കോടതി. സർക്കാർ സർവീസിലുള്ള താൽക്കാലിക ജീവനക്കാർക്കും പെൻഷന് അർഹതയുണ്ടെന്ന് കാട്ടിയാണ് സുപ്രീം കോടതിയിൽ നിർണായക നിരീക്ഷണം ഉണ്ടായത്. പെൻഷൻ നൽകുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന കേന്ദ്രവാദം സുപ്രീം കോടതി തള്ളി. ഒരേ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരേ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാർ സർവീസിൽ ക്യാഷ്വൽ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. ഒരു സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര സ്വഭാവമുള്ള ജോലി ദീർഘകാലം ചെയ്ത ജീവനക്കാരെ ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇത്തരം താൽക്കാലിക ജീവനക്കാർക്ക് 1965-ലെ സെൻട്രൽ സിവിൽ സർവീസസ് നിയമപ്രകാരം താൽക്കാലിക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടെന്നും ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തൽ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെന്ന കാരണത്താൽ പെൻഷൻ നിഷേധിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. നീണ്ട വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കാഷ്വൽ ജീവനക്കാരെ ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ദീർഘകാലം കാഷ്വൽ ജീവനക്കാരായി ജോലി നോക്കുന്നവർക്ക് താൽക്കാലിക സർവീസ് ജീവനക്കാരുടെ പദവി നേരിട്ട് ലഭിക്കില്ലെങ്കിലും താൽക്കാലിക സർവീസ് നിയമവും 1972-ലെ CCS നിയമവും പ്രകാരം താൽക്കാലിക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ സേവന ആനുകൂല്യങ്ങൾക്ക് ഇവർക്ക് അർഹതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. മറ്റൊരറിയിപ്പ്, പെൻഷൻ വിതരണത്തിൽ വീഴ്ച, ജീവനക്കാരനെ മാറ്റി. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നടപടിക്രമങ്ങളിൽ പാലിക്കാത്തതിനെതിരെ കർശന നടപടിയുമായി സർക്കാർ. പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പെൻഷൻ വിതരണത്തിൽ വീഴ്ചയുണ്ടായെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരനെ വിതരണ ചുമതലകളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്തതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയതായും നിയമസഭയിൽ പ്രേംകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പഴയ വാർഡുകളിലാണ് സംഭവം നടന്നത്. പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് മുഖേനയാണ് ഇവിടെ പെൻഷൻ വിതരണം നടപ്പിലാക്കുന്നത്. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരനെ നീക്കിയത്. ചുമതല മറ്റ് ജീവനക്കാർക്ക് വീതിച്ചു നൽകാൻ സർക്കാർ തയ്യാറായത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളോ പൊതുജനങ്ങളോ പഞ്ചായത്ത് ഓഫീസിൽ യാതൊരു പരാതിയും നൽകിയിട്ടില്ലെന്ന് വ്യക്തമായി. പെൻഷൻ വിതരണ ചുമതലയുള്ള ജീവനക്കാരന് കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് വീടുകളിൽ കയറി വിതരണം നടത്തുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഗുണഭോക്താക്കളുടെ തന്നെ അഭിപ്രായപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ പെൻഷൻ വിതരണം ആരംഭിച്ചതെന്നും പിന്നീട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഗുണഭോക്താക്കളുടെ ആവശ്യപ്രകാരം സമീപത്തെ മുറിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടായതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. മുൻവശത്തെ ബോർഡ് നീക്കം ചെയ്യാതിരുന്നതിനാലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഇത്തരം രീതികൾ ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.